രേവതിക്കുട്ടിയും അതുപോലെ ശരണയും എല്ലാവരും അലീനയെ കാണാൻ വന്നിട്ട് പോവാണ്. ഇതെല്ലാം കാണുന്ന വൈജയ്ക്കാണെങ്കിലോ ആകെപ്പാടെ ഇരിച്ചു കയറുന്നുണ്ട്. റൂമിലിരിക്കുന്ന അവൾ നേരെ ഫോൺ ചെയ്യുന്നത് കമലേട്ടത്തിനാണ് കേട്ടോ. എന്താ വൈജേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാണ്. അല്ല കമലെടുത്തി, ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത്ര ദിവസം ആയില്ലേ, ഒരു ദിവസമെങ്കിലും എന്നെ ഒരു നോക്ക് കാണാനായിട്ട് കമലെടുത്തിന് വന്നു പോലില്ലല്ലോ എന്ന് ചോദിക്കാണ്. എൻ്റെ പൊന്നു വൈജി, നിനക്ക് തന്നെ അറിയാമല്ലോ, അന്ന് നീ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തെ ആ അലീന എന്ന് പറഞ്ഞ് നാശം പിടിച്ചവളെ ഞാൻ അവിടെ നിറക്കി വിടാൻ വേണ്ടി വന്ന കാര്യമൊക്കെ നിനക്കറിയാലോ. ഞാനും എൻ്റെ ഭർത്താവും എല്ലാം കൂടെ കൂടി ഇറങ്ങി അവിടെ വന്നതല്ലേ. നിന്റെ ഭർത്താവെ എന്നെ ചൂലുകൊണ്ടാ അടിച്ചിറക്കി വിട്ടത്, അത് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും മുമ്പിൽ വെച്ചാണ് അന്ന് ആ ഒരു പ്രവൃത്തി ബാലേന്ദ്രൻ ചെയ്തത്. പിന്നെ ഞാൻ ആ പടികിടന്ന് വരണമെന്നാണോ നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എങ്കിലും കമലെടുത്തി, ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടതുപോലെയാ. എന്ത് പറ്റി? ഭവിതേ രോഹിയൊക്കെ എവിടെ എന്ന് ചോദിക്കാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഭവിതേ രോഹിത്തൊക്കെ ഇപ്പൊ അലീനയുടെ പക്ഷമാണ്. പണ്ട് കൃഷ്ണമോളായിരുന്നല്ലോ അലീന ചേച്ചി എന്നാണ് ജീവൻ കളയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അവൾക്ക് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്നത് ബബിതയെ രോഹിത്വാ. അവൾക്കൊരു പനി വന്ന് കിടപ്പിലായപ്പം ബബിത അവളുടെ ശരീരം തുടയ്ക്കുന്നു, അവളെ നോക്കുന്നു, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു. എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. രോഹിത്താണെങ്കിലോ അവൾക്ക് കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കുന്നു, അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഒന്നും പറയണ്ട, അവളെ പരിചരിക്കാനേ ഇവിടെ 3-4 പേരാ. ഞാൻ ഓർത്തി ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പോലും ആരും കരുതുന്ന പോലും ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരെണ്ണം എടുത്തു തരുന്നില്ല. അവൾക്ക് വേണ്ടി എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നു, അവളുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, ഈ മിറ്റവും പേരയും എല്ലാം തൂത്തുവാരി ഇതുവരെ കാണാത്തതുപോലെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. മനസാക്ഷിയില്ലാത്ത വർഗങ്ങള് എൻ്റെ സ്വന്തം മക്കളാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അയ്യോടി, അതെന്ത് പറ്റി? അവർ രണ്ടുപേരും അങ്ങനെ അവളുടെ വശത്താവാനായിട്ട്? രോഹിത്തിന് എന്ത് പറ്റി? രോഹിത്ത് വന്ന ദിവസമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നാണല്ലോ ഇവിടെ ശിവേട്ടൻ പറഞ്ഞത്. അതൊക്കെ ശരി തന്നെയാ. രോഹിത്ത് ഇവിടെ വന്ന ദിവസം ഭയങ്കര അലമ്പ് ബഹളാക്കിയായിരുന്ന പറയുന്നത്. അലീന അവനെ മയക്കിയെടുത്തു. അവള് പോയി കൂട്ടിരുന്ന് അവന് പനി വന്നപ്പം അവളാ പോലും ശുശ്രൂഷിച്ചത്. അങ്ങനെ അവനെ ഇണക്കിയെടുത്തു. ഇപ്പം അവൻ അലീന ചേച്ചിന്ന് പറഞ്ഞാലേ 100 നാക്കാം. എല്ലാവരോടും അവൻ ക്ഷമ പറഞ്ഞു. അലീന ഇപ്പോൾ അവൻ ചേച്ചിന്നാ വിളിക്കാറ്. ബബിത എൻ്റെ തനിപ്പകർപ്പാന്ന് എല്ലാവരും പറയുമല്ലോ. അവക്കും നല്ല മാറ്റായി. അടുക്കളയിൽ പോലും കയറാത്ത പെണ്ണിപ്പോൾ അവക്ക് വേണ്ടി കഞ്ഞിയും പയറും പപ്പടവും അതൊന്നും പറയണ്ട, എന്തൊക്കെ ഐറ്റംസ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നറിയോ എന്ന് ചോദിക്കാണ്. അവളായിപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അലീന എന്ന് പറഞ്ഞ വൃത്തിയുണ്ടല്ലോ, അവളുടെ സപ്പോർട്ടും പിടിച്ച് എല്ലാവരും ഇപ്പോൾ എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുക. ബാലേന്ദ്രനും 4 മക്കളും ഇപ്പോൾ ഒറ്റ കേട്ടാ ഞാൻ മാത്രം പുറത്ത് എന്ന് പറയാണ്. അത് വലിയ സംഭവമായി പോയല്ലോ. ആരും പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. അതാ കമലടുത്തോട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടൊന്ന് വരാൻ, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. അങ്ങേരുള്ളപ്പോൾ ഞാൻ വരില്ല വൈജേ. എന്നെ ചൂലും കൊണ്ട് അടിച്ചിറക്കി വിട്ടതാ അങ്ങേര്. ഇനി ആ വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കണോ? വന്നില്ലെങ്കിലേ കമലടുത്തേക്ക് എനിക്ക് നഷ്ടം എന്ന് പറയുമ്പം അതെന്താ വൈജേ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അവളുടെ അടുത്ത ലക്ഷ്യം മനു ആണല്ലോ. കൊല്ലപ്പള്ളി തറവാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഇടിച്ചു കയറാനാണ് അവളുടെ ലക്ഷ്യം. അതിനവളെ നോക്കി വെച്ചിരിക്കുന്നത് മനുവിനെയാ. അതെനിക്ക് മനസ്സിലായി. കാരണമേ ഇവിടെ വന്ന് മനു പറഞ്ഞിരുന്നു, കെട്ടുവാണെങ്കിൽ അവളെ കെട്ടുവളെന്ന്. അവൻ്റെ അച്ഛൻ്റെയും വില്ലച്ചിൻ്റെയൊക്കെ മുമ്പ് വെച്ചാ അവൻ പറഞ്ഞത്. മുത്തശ്ശിയോടും പോയി പറഞ്ഞ കേട്ടു. അവന് അലീനനെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ. ആഹാ, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ? പിന്നല്ലാതെ അവൻ വന്നിവിടെ പറയാ എല്ലാവരോടും അവളെ കെട്ടുകൊള്ളുന്ന്. ഞാൻ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല, ഞാൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവന് പുല്ല് വിലയാ. അവനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ കമലെടുത്തി, അവൾക്ക് എന്തോ ഒരു കൈവശം വശമുണ്ട്. അതാ ഈ ആണുങ്ങളെ മൊത്തം അവൾ വളച്ചെടുക്കുന്നത്. ഇപ്പം മനു കണ്ടില്ലേ, അവളെ കെട്ടാൻ നടക്കുകയല്ലേ. ഇവിടെ എപ്പോൾ വന്നാലും അവൻ വരാതെ പോവില്ല, അവളെ കണ്ടിട്ടേ പോവുള്ളൂ. അവൾക്ക് പനിയായതിനു ശേഷവും അവൻ വന്നിരുന്നു കാണാനായിട്ട്. ആഹാ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? പിന്നല്ലാതെ കമലേട്ടനൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കാണ്. ഞാൻ എങ്ങനെ അറിയാനാ? ഇവനൊക്കെ എവിടെയാ പോകുന്നത് വരുന്നതൊക്കെ. നമ്മളെന്താ ഇവൻ്റെയൊക്കെ പുറകെ നടന്ന് അന്വേഷിക്കുകയാണോ? എന്തെങ്കിലും ചോദിച്ചാലോ ഇങ്ങോട്ടേക്ക് ചാടിക്കടിച്ചുകൊണ്ട് വരും. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ
വൈജ പറയാണ്, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. ഇവളെ ഇനി ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല കമലെടുത്തി. കാരണം അത്രത്തോളം ഞാൻ സഹിച്ചു കഴിഞ്ഞു. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും എന്നെ ഇപ്പോൾ വെറുത്തിരിക്കുക. ഞാനെന്തോ ഭൂലോക തെറ്റുകാരിയാണെന്ന് അവരൊക്കെ പറഞ്ഞത്. ഞാൻ അഹങ്കാരിയാണ്, തെറ്റുകാരിയാണ്, ഞാൻ കൊള്ളരുതാത്തവളാന്നൊക്കെയാ എല്ലാവരും പറഞ്ഞത്. അതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, ആ അലീന. അവൾ ഒറ്റയൊരുത്തി കാരണമാ ഞാനതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം എന്നെ വെറുക്കുക. എൻ്റെ മക്കൾ പോലും ഇപ്പം എന്തൊക്കെ എന്നെ പറയുന്നറിയോ? പണ്ട് കൃഷ്ണൻ ബബിലൊന്നും അങ്ങനെ നമ്മുടെ തർക്കുത്തരം പോലും പറയാറില്ലായിരുന്നു. അവരുടെ മുഖത്ത് നോക്കി ഇപ്പം എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് അച്ഛനിങ്ങനെ പോയെന്ന് പോലുവാ അവർ പറഞ്ഞത്. വിവാഹത്തിന് മുന്നേ അങ്ങനെ പോയതിന് ഞാനെന്ത് പിഴച്ചു? അങ്ങനെ ഉണ്ടായ ഒരു സന്തതിയാണല്ലോ ഇവള്. ഇപ്പം അവളെ മതി എല്ലാവർക്കും. ഞാൻ പറഞ്ഞത് ന്യായമല്ലേ കമലെടുത്തി? കമലെടുത്താണെങ്കിൽ അത് സഹിക്കാനൊക്കുമോ? ശിവേട്ടനാണ് വേറെ കുട്ടിയുണ്ടെന്നെങ്കിൽ കമലെടുത്തി അതിന് സമ്മതിക്കോ എന്ന് ചോദിക്കാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും കമലെടുത്തി ഒന്ന് വരാമെന്ന് ചോദിക്കുമ്പോൾ, ബാലൻ പോയി കഴിഞ്ഞ് നിനക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമല പോകാനിട്ടിറങ്ങുമ്പം മുത്തശ്ശിയോട് പോയിട്ട്, ജോലിക്കാരിയുണ്ട്, ഞാൻ നിലമ്പൂരക്ക് വരെ പോവാണെന്ന് പറയുമ്പോൾ, വൈജയെ കാണാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞാനിവിടെ ഒന്ന് വരാം. ഞാനും അവളെ കണ്ടില്ലല്ലോ, എനിക്ക് കാണാനങ്ങ് കൊതിയായിട്ട് വയ്യ. എത്ര ദിവസമായി കണ്ടിട്ട്? അവൾ ഇത്രയും നാളും ഹോസ്പിറ്റലല്ലായിരുന്നോ? അപ്പോൾ പോലും ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ പോകുന്നത് വേറെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാ. നിങ്ങളെ വലിച്ചു ചുമന്നിട്ട് പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങളെ താങ്ങി പിടിച്ചുകൊണ്ട് പോകണ്ടേ? മക്കൾ ആരെങ്കിലും വരുമ്പോഴേ പറഞ്ഞാൽ മതി, അല്ലാതെ എന്നെക്കൊണ്ടൊക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കമല അവിടെ നിന്ന് പോവാണ് കേട്ടോ. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവർ പ്രസവിച്ച സ്വന്തം മകളല്ലേ. ഇത്രയും നാളായിട്ട് മകൾക്ക് ഇതുപോലെ വലിയൊരു ആക്സിഡൻറ്റ് കാണാൻ പറ്റിയില്ല, അതിനുശേഷവും കാണാൻ പറ്റില്ലല്ലോ. അത് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിലോ ആ സങ്കട ലെവൽ ലേശം പോലും ഇല്ല. ഇത്രയും ഞൊണ്ടി നടന്ന് ഇത്രയും പുരുഷനുണ്ടാക്കുന്ന വൈജയ്ക്ക് ഒന്ന് പോയി കാണാവുന്നതല്ലേ ഉള്ളൂ, അതുപോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ കമല അവിടുന്ന് ടാക്സി വിളിച്ച് നേരെ നിലമ്പൂരേക്കിലേക്ക് ചെല്ലാണ്. ചെന്ന് വെല്ലടിക്കുമ്പം വന്ന് തുറക്കുന്നത് അലിനെ ആയിരിക്കും കേട്ടോ. ബബിതയാണെങ്കിലോ കോളേജിൽ പോയിരിക്കാണ്. കൃഷ്ണമുള രോഹിയക്കോടുണ്ട്. ബാലേന്ദ്രൻ ജ്വല്ലറിലേക്കും പോയി. അലിനെ വാതിൽ തുറക്കുമ്പം കമലയെ കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ആൻറ്റിയോ? ആ കയറി ആൻറ്റി എന്ന് പറയുമ്പം, മാറി നിൽക്കടി അങ്ങോട്ട്, ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, നശൂലം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാണ്. നേരെ പോയിട്ട് വൈജിയെന്ന് വിളിക്കുമ്പം വൈജി ഡോറ് തുറക്കുന്നുണ്ട്. വാ കമലെടുത്തി എന്ന് പറയാണ്. അങ്ങനെ കമല അകത്തേക്ക് കയറി രണ്ടുപേരും ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് വരികയാണ്. ചേച്ചി, എന്തോ ഒരു പദ്ധതിയായിട്ടുള്ള വരവാണല്ലോ. അച്ഛൻ പോയിട്ട് അരമണിക്കൂറല്ലേ ആയല്ലോ, അതിനുള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തോ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ നടക്കുന്നത് എന്ന് പറയാണ്. അത് ശരിയാ മോളെ, അന്നല്ലെങ്കിൽ അച്ഛൻ ചൂല് കൊണ്ട് അടിച്ച് ഇറക്കി വിട്ടതല്ലേ, പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടതല്ല. ഇതിപ്പോൾ മാഡം തന്നെ വിളിച്ചു ചേർത്തതായിരിക്കും എന്ന് പറയുമ്പോൾ രോഹി അങ്ങോട്ട് ഇറങ്ങിയാണ്. എന്താ, ആരായാലും ചേച്ചി വന്നത്? അത് വേറെ ആരുമല്ല, ഹരിയുടെ അമ്മയാ, കമല ആൻറ്റി എന്ന് പറയാണ്. എന്നിട്ട് എവിടെ? അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്തോ പ്രശ്നത്തിലുള്ള വരാൻ തോന്നുന്നു രോഹിയേട്ടാ, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്തായാലും അവരകത്ത് കയറിയില്ലേ, ഇനിയിപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ വലിയൊരു ഇടിനാശവും വെള്ളപ്പൊക്കെ കൂടെ കാണാം എന്ന് കൃഷ്ണമോള് പറയാണ്. കൃഷ്ണേ, ഞാൻ ചായ ഉണ്ടാക്കി തന്നിടാം, നീ കൊണ്ടേ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നി ചേച്ചി, ചേച്ചിക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? ആ സിംഹക്കൂട്ടിലേക്കാണോ ഈ മൊയിലിൻകുട്ടിയെ പറഞ്ഞയക്കുന്നേ? രണ്ടും കൂടെ എന്നെ കടിച്ചു കീറില്ലേ എന്ന് ചോദിക്കുമ്പം, ഒന്ന് പോടി മിണ്ടാതെ എന്നും പറഞ്ഞ് മൂന്നുപേരും കൂടി ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന പോയി ചായ ഉണ്ടാക്കുന്നുണ്ട്. കൃഷ്ണമോള് അതും കൊണ്ട് നേരെ ഡോറിന് മുട്ടാണ്. കതവ് തുറക്കുമ്പം കമല വന്ന് ഡോറ് തുറക്കാണ്. ആൻറ്റി ചായ എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവിടുത്തെ സെർവൻ്റ് എന്തിയടി എന്ന് ചോദിക്കാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളിവിടെ സെർവൻ്റ് നിയമിച്ചിട്ടില്ലല്ലോ, ഞങ്ങളെല്ലാവരും കൂടെ ജോലി ചെയ്യുന്നേ എന്ന് പറയാണ്. എടി, നിൻ്റെയൊക്കെ അഴിയ ചേച്ചി ഉണ്ടല്ലോ, അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയല്ലേ, അവൾ എന്തിയാന്നാ ചോദിച്ചത്? അല്ല ചേച്ചി, ഞങ്ങളെല്ലാം ചേച്ചിയാ, ഞങ്ങൾ അച്ഛൻ്റെ മകളാ, അതിവിടുത്തെ സെർവൻ്റ് ഒന്നും അല്ല. ചായ വേണമെങ്കിൽ എടുക്ക്, എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് കൊണ്ട് ചായ വെച്ചിട്ട് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് കമല പറയുമ്പോൾ വൈജ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ പിള്ളേരെയെല്ലാം അവൾ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക,
അവരുടെയൊക്കെ ചാട്ടം ബഹളമൊക്കെ കണ്ടില്ലേ, അവൾ കാരണമാണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലയും വൈജയും കൂടി അകത്തുനിന്ന് സംസാരിക്കുകയാണേ. വൈജ പറയുന്നുണ്ട്, പിള്ളേരെയൊക്കെ മാറ്റം നീ കണ്ടല്ലോ, എല്ലാവരെയും അവൾ അടിമയാക്കി വെച്ചിരിക്കുക. അവളുടെ കയ്യിൽ എന്തോ ഒരു കൈവശമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ശരണ ഇവിടെ വന്നിരുന്നു. ഏത് ശരണയാ? നമ്മുടെ ഹരിയുടെ കേസിൽ ശരണയില്ലേ, ആ അതിജീവിത. അവളിവിടെ വന്നിരുന്നു, അവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട്. അവളോ? അവക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനായിട്ട്? അതും അവളെ പീഡിപ്പിക്കാൻ കൂട്ടുന്നവൻ്റെ വീട്ടിലേക്ക് തന്നെ അവൾ കയറി വന്നല്ലോ, വല്ലാതെ തൊലിക്കെട്ട് തന്നെ എന്ന് കമല പറയുമ്പം, എൻ്റെ പൊന്നു കമലെടുത്തി, ഞാനും അതാ പറഞ്ഞത്. എല്ലാവരും കൂടി അവരെ സൽക്കരിക്കുകയായിരുന്നു, ചായയും കൊടുത്ത് ഊണും കൊടുത്തൊക്കെയാ അവരെ പറഞ്ഞയച്ചത്. ഇവർക്ക് എന്താ വൈജേ, വല്ല വട്ടുമുണ്ടോ? അവളെപ്പോലെ ഒരുത്തിനൊക്കെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാന്? അവള് കേസ് കൊടുത്തിട്ടല്ലേ നമ്മുടെ 2 പിള്ളേരും ജയിലിലേക്ക് പോയത്? അതെങ്കിലും ബാലനും ഈ പിള്ളേരും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരെല്ലാം പറഞ്ഞത് അവള് രക്ഷകയാണെന്നാ. അവള് പറഞ്ഞതുകൊണ്ടാ രോഹി രക്ഷപ്പെട്ടേന്നാ അവര് പറയുന്നേ. എങ്കിൽ ഈ മറ്റവള് തന്നെയല്ലേ ആദ്യം പോലീസിനോട് പറഞ്ഞത് ഉപദ്രവിക്കാത്ത രോഹി ഉപദ്രവിച്ചുവെന്ന്? അതിനെന്താ കുഴപ്പമില്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. എൻ്റെ ഹരിക്കെതിരെയും കൊടുത്തത് കള്ളക്കേസ് തന്നെ ആയിരിക്കും. ഇവളുടെ സമ്മതത്തോട് പോയിട്ടായിരിക്കും ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്രയും വലിയ പുളിങ്കൊമ്പാണെന്ന് അവൾ അറിഞ്ഞിട്ടായിരിക്കും എല്ലാം ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പാവപ്പെട്ട വീട്ടിലെ ദരിദ്രവാസിയായ ആ പെണ്ണ് എൻ്റെ മകനെ സ്നേഹിക്കണമെങ്കിലേ അതിന് കാരണമില്ലാതിരിക്കുമോ എന്ന് കമല ചോദിക്കാണ്. അതാ ഏട്ടത്തി ഞാൻ പറഞ്ഞത്, ഇതെല്ലാം അവളുടെയും കൂടെ പ്ലാനിങ്ങാ. ആ അലീനയും കൂടി ഹാലിനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് രക്ഷിക്കുന്നത് പോലെ രോഹിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അവൾക്ക് കുറെ പൈസയൊക്കെ കൊടുക്കുമായിരിക്കും. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് ബാലനെ ഏറ്റിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. പൈസ കൊടുക്കാനോ അവക്കോ? ശിവേട്ടൻ എന്തോരം ശ്രമിച്ചെന്നറിയാവോ? 4 പേരും കൂടി 25 ലക്ഷം രൂപ വെച്ച് 1 കോടി രൂപ കൊടുക്കാമെന്ന് വരെ പറഞ്ഞതാ. അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന സമുദായക്കാരും ഒന്നും സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നമ്മുടെ പയ്യന്മാരെ പുഷ്പം പോലെ ഇറക്കായിരുന്നു. ഇതിപ്പോൾ ഇവളെ ഇവിടെ വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനാ. ആ അലീന അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് അവരുടെ മനസ്സിൽ കാണുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവക്ക് ഹരിയുടെ കൂടെ പേര് പറഞ്ഞില്ലായിരുന്നോ? അവനെ കൂടെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള പൈസ കൊടുക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ കമലെടുത്തി, അതൊന്നും അല്ല ഇവിടുത്തെ കേസിപ്പോൾ. ഇപ്പം നമുക്ക് അലീനനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളെ നെടുമ്പുരക്കിലേക്കല്ല പാലയിലേക്ക് പോലും വരരുത്. അങ്ങനെ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് അറിയാനാ ഞാൻ കമലെടുത്തിയെ വിളിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വൈജേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഇവളെ ഇവിടുന്ന് പടിയിറക്കി വിട്ടതല്ലേ? അന്ന് നിന്റെ ഭർത്താവ് പിന്നാലെ പോയി അവളെ തട്ടിക്കൊണ്ട് പോയതല്ലേ നിന്റെ സഹോദരന്മാരും കൂടിയിട്ട്. എന്നിട്ട് എന്തായി? അവർ തന്നെ പോയി വിളിച്ചോണ്ട് വന്നില്ലേ? അന്ന് തൊട്ട് നിന്റെ ആങ്ങളമാർക്കോ അവളുടെ ഒടുക്കത്തെ സ്നേഹം. ഇപ്പം എന്തോ ഭയങ്കര സ്നേഹം അവളോട് എന്ന് പറയുന്നുണ്ട്. അതാ ഏടത്തി എനിക്ക് മനസ്സിലാവാത്തത്. അന്നവൾ എന്തായിരിക്കും സംഭവിച്ചത്? അവളെ കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ദേ കേൾക്കുന്നു അവളെ അവർ തന്നെ തിരികെ കൊണ്ടുവന്നു. എന്നിട്ട് ഏട്ടന്മാരെല്ലാവർക്കും ഇപ്പം അവളോട് ഭയങ്കര സ്നേഹമല്ലേ? വൈജയ്, നീ അറിയാത്ത വേറൊരു രഹസ്യം കൂടി ഉണ്ട്. ഇനിയൊരു രഹസ്യമോ? എന്താ ഏടത്തിയത്? നിന്റെ 3 ആവങ്ങളമാരും കൂടിയേ 10 ലക്ഷം രൂപ വെച്ച് 30 ലക്ഷം രൂപയാ അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. ആരുടെ അക്കൗണ്ടിൽ? അലീനയുടെ, അല്ലാതെ വേറെ ആരുടെയാ? അവളെ എല്ലാം പ്ലാൻ ചെയ്താൽ കളിക്കുന്നത്. 30 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലുണ്ട്. മനുവും ഗംഗേട്ടും കൂടി പറഞ്ഞത് ഞാൻ കേട്ടതാ. നിന്റെ 3 ആങ്ങളമാരുവാ 10 ലക്ഷം രൂപ ചിട്ടു കൊടുത്തത് എന്ന് പറയാണ്. ഇവർക്കൊക്കെ എന്താ എടുത്തി പറ്റിയത്? ഇവരെന്തിനാ അവർക്ക് പൈസ കൊടുക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ബലമായ സംശയം അവരെ 3 പേരിലും ഇവളെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചു കാണും. കയറി പിടിച്ചെന്ന് വല്ലതും പറഞ്ഞ് കേസ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവർ ഒഴിവാകാൻ വേണ്ടി ആയിരിക്കും ആ പൈസ കൊടുത്തത്. എൻ്റെ സംശയം അങ്ങനെയാ. അങ്ങനെ അവളെ കേസ് കൊടുക്കുന്നതിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും പിന്നീട് ശിവേട്ടനും രാജീവേട്ടനും ഒന്നും അവളെ കൈവെക്കാൻ മുതിരാത്തത് എന്ന് പറയുന്നുണ്ട്. ശരിയാ, അങ്ങനൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെ അവളുടെ ഭീഷണിയുടെ പുറത്തായിരിക്കും ഇപ്പം 3 ആങ്ങളമാരും അവളെ സ്നേഹിക്കുന്നതിൽ അഭിനയിക്കുന്നത്. ഇങ്ങനെ പെണ്ണ് കേസല്ലേ, പെട്ടാ പെട്ടുപോയില്ലേ, പെണ്ണ് പറഞ്ഞല്ലേ വാക്ക് എന്നൊക്കെ കമല പറയാണ്. അതാ എടുത്ത് ഞാൻ പറഞ്ഞത്, ഇനി ഇവളിവിടെ നിന്നുകൊണ്ടേ നമ്മുടെ കുടുംബം കുളം തോണ്ടും. ഇവിടെ അവൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മനുവിനെ വിവാഹം കഴിച്ച് അവൾ കൊല്ലപ്പള്ളിയിലേക്ക് വരും. അങ്ങനൊരു സംഭവം ഉണ്ടായാലേ അന്ന് ഈ കമല ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഒരിക്കലും അവളുടെ കൂടെ ഞാൻ അവിടെ ജീവിക്കില്ല എന്ന് പറയുമ്പം
ചേച്ചി ഏടത്തി എന്തിനാ ഏടത്തിയുടെ ജീവിതം കളയുന്നത്? അവളല്ലേ പോവേണ്ടത്. അതിന് ഏടത്തി ഇല്ലാതായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. നമുക്കേ അവൾ നടന്നു വരുന്ന വഴിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാലോ? അവൾ അതിൽ തെന്നി വീഴട്ടെ, കുറേ കാലം കിടപ്പിലായിക്കോളുമല്ലോ. എൻ്റെ പൊന്നു കമലെടുത്തി, അതൊക്കെ ഓൾഡ് ഐഡിയ അല്ലേ? അവൾ വീണെന്ന് വെച്ച് നമുക്കെന്താ പ്രയോജനം? അവൾ ഹോസ്പിറ്റലിലായാലേ ഇവിടെയുള്ള എല്ലാവരും പോയി അവൾക്ക് കൂട്ടിരിക്കും, മനു സഹിതം. അതിൻ്റെ ആവശ്യമുണ്ടോ? നടുവും തല്ലി അവൾ വീണാലും ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഇല്ല. അവളെ പരിചരിക്കാനേ ഇഷ്ടംപോലെ ആൾക്കാരാ. അന്ന് കത്രിക വയറ്റി കൊണ്ട് കിടന്നപ്പോൾ പോലും എൻ്റെ ആൾക്കാരായിരുന്നു പരിചരിക്കാൻ. എൻ്റെ മോള് സഹിതം അവളെ പരിചരിക്കാൻ പോയി നിൽക്കാമല്ലായിരുന്നോ? പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ലെടുത്തി എന്ന് പറയാൻ കേട്ടോ. എങ്കിലേ ഞാനൊരു കാര്യം പറയാം. അവളുടെ മേലുള്ള വിശ്വാസം എല്ലാവർക്കും നഷ്ടപ്പെടണം. അവളൊരു കള്ളിയാണെന്ന് വരുത്തി തീർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചാൻസ് ഉണ്ട്. എന്താ ചെയ്യാൻ എൻ്റെ പൊന്നെടുത്തി? 30 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ബാലേന്ദ്രൻ കോടികൾ ചോദിച്ചാലും അവൾക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കാം. പിന്നെ ഇതൊക്കെ ചുരുട്ടിക്കൊണ്ട് അവൾ എവിടെ പോവാനാ? അങ്ങനല്ല വേജെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു നിന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കമലെടുത്ത് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഈ സമയം കൃഷ്ണയും അലീനയും രോഹിയും അവിടെ നിൽക്കുന്നുണ്ട്. കോളേജ് കഴിഞ്ഞ് ബബിതയും വരികയാണ്. ബബിതയോട് വന്നിട്ട് കമല വന്ന കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ 4 പേരും കൂടി ഹാളിലിരിക്കുകയാണ്. ആഹാ, കൊള്ളാലോ. അമ്മയെ ഒറ്റപ്പെടുത്തിയിട്ട് എവിടുന്നാ പിഴച്ച് കയറി വന്നവളെ എല്ലാവരും കൂടി ചേച്ചിയാക്കി അങ്ങ് നിയമിച്ചിരിക്കുക അല്ലേ എന്ന് ചോദിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, ആൻറ്റി ഇതിന് ആവശ്യത്തെ കാര്യമൊക്കെ സംസാരിക്കുന്നത്? അല്ല ചേച്ചി, അച്ഛൻ്റെ മകളാ, അല്ലാതെ മോശപ്പെട്ട രീതിക്ക് വന്നൊന്നുമല്ല. അങ്ങനെ സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ? പിന്നെ എടി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ എൻ്റെ മോനെ നേടാൻ വലിയ ലക്ഷ്യമുണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേക്കണം. ഈ കമല ജീവനുള്ളപ്പോൾ അത് സമ്മതിക്കില്ലടി. അവൻ വീട്ടിൽ നിന്ന് പറഞ്ഞു നിന്നെ മാത്രമേ കെട്ടുള്ളെന്ന്. അങ്ങനെയുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് കുഴിച്ചു മൂടിയേരെ. ഞാൻ ജീവനുള്ളപ്പോഴേ കൊല്ലപ്പള്ളിയിലേക്ക് നിന്നെ ഞാൻ കേട്ടില്ലടി എന്ന് പറയാണ്. അപ്പോഴേക്കും ബബിത അവിടെ നിന്ന് പറയുന്നുണ്ട്, ആൻറ്റി എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അയല ചേച്ചിക്കും മനുവേട്ടനും പരസ്പരം ഇഷ്ടമാണെങ്കിലേ അവർ വിവാഹം കഴിച്ചിരിക്കും. കൊല്ലപ്പള്ളി അല്ലെങ്കിലേ അവരിവിടെ താമസിക്കും. ഇവിടെ അല്ലെങ്കിലേ മനുവേട്ടൻ ജോലി ചെയ്യുന്ന എറണാകുളത്താണെങ്കിലും പോകും. ഇഷ്ടം പോലെ വീടും സൗകര്യങ്ങളും ഫ്ലാറ്റും എല്ലാം ഉണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് ജീവിക്കാമല്ലോ. കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ വരണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിലേ ഈ കല്യാണം നടക്കും എന്ന് പറയാണ്. കൃഷ്ണമ്മൾ പറയാണ്, കൂടി ചേച്ചിക്കായി അത് പൊളിച്ചു. ഓഹോ, അപ്പൊ 4 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലടി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവളെ പേരും കള്ളിയാ. അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവുമ്പോൾ നിങ്ങൾ പഠിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് കമല അവിടെ നിന്ന് തുള്ളിച്ചാടി ഇറങ്ങി പോവാണ്. കൃഷ്ണൻ പറയാണ്, ഈ വരവിൻ്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട് ചേച്ചി, അല്ലാതെ ഇവർ വരില്ല. എന്തൊക്കെയോ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ കുബുദ്ധികൾ ഒപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്തായാലും നമ്മൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കണം എന്ന് പറയാണ്. പ്രത്യേകിച്ച് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അലീനയോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിൽ അലീന കിച്ചണിലോരോ ജോലിയായിരിക്കും. ഈ സമയത്ത് വൈജ ആരും അറിയാതെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണേ. ബബിതയും കൃഷ്ണയും എല്ലാവരും കിടന്നു കേട്ടോ. അലീന ലാസ്റ്റത്തെ ക്ലീനിങ് ജോലിയിലായിരുന്നു. അങ്ങനെ ആരും കാണാതെ അവളുടെ അലമാരയിലിരുന്ന 150 പൗണ്ട് സ്വർണ്ണമുണ്ടല്ലോ നമ്മുടെ വൈജയ്ക്ക്. ആ സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അലീനയുടെ കബോർഡിനടിയിലായിട്ട് ഒളിച്ചു വെക്കാണ്. അവള് ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ്, അലീനയുടെ തുണി തന്നെ പൊതിഞ്ഞ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നേരെ വൈജ അവളുടെ മുറിയിലേക്ക് തന്നെ ചെന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. രാവിലെ ആയ സമയത്ത് വൈജ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ അലമാര കുത്തിത്തേർന്ന് 6 സ്വർണ്ണമൊക്കെ എടുത്ത് എന്ന് ചോദിക്കുകയാണ്. ഈ സമയം എല്ലാവരും ഹാൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ രോഹി ചോദിക്കുകയാണ്, അമ്മയുടെ സ്വർണ്ണം എടുക്കാൻ ഇവിടെ ആരാ വരുന്നത്? ഇത് ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ വീടല്ലേ, ഇവിടെ ആര് വരാനാ എന്ന് ചോദിക്കുമ്പം പുറത്തുനിന്നുള്ള ഏതെങ്കിലും കള്ളന്മാരായിരിക്കും. എൻ്റെ അലമാരതെ കുതി തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പം അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ രാത്രി ആ മുറിയിൽ കിടന്നുറങ്ങിയത്. പിന്നെ ആര് വന്ന് കുത്തിത്തിറക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ദേ ഈ വീട്ടിൽ നിന്ന് സാധനം പോയിട്ടുണ്ട്. എൻ്റെ 150 പൗണ്ട് സ്വർണ്ണമാ പോയത് എന്ന് പറയാണ്. ബബിത പറയുന്നുണ്ട്, എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞു പോയി അലമാരയൊക്കെ നോക്കുകയാണ്. ഇതാരും കുത്തി തുറന്നില്ലല്ലോ എന്ന് പറയുമ്പം വൈജ പറയാണ്, ഞാനങ്ങനെ പൂട്ടിയിടാറൊന്നുമില്ല. ആ ഉറയും പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ കിടന്നപ്പോഴും ഞാനങ്ങനെ കതക് പൂട്ടിയിട്ടില്ല. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കതക് വീണ്ടും തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ്, അമ്മേ ഇത്രയും വർഷമായിട്ട് ഞാൻ കാണുന്നതാണല്ലോ അമ്മ അലമാരയും കുറ്റിയിട്ട് അതിനകത്തെ കുഞ്ഞുറകളും പൂട്ടി ആ താക്കോൽ എപ്പോഴും അമ്മയുടെ കെയർ ഓഫിൽ തന്നെയല്ലേ വെക്കാറ്. കഥ കൂട്ടാതെ അമ്മ കിടക്കാറുമില്ല. പിന്നെ ഇന്നലെ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഇന്നലെ അങ്ങനെ തോന്നി. അതുകൊണ്ട് എന്താടി നീ എന്നെ ചോദിക്കാൻ വരുവാണോ? എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. ആ ഏതോ കള്ളൻ പെരക്കകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അച്ഛാ CCTV ഒന്ന് ചെക്ക് ചെയ്തേ, പുറത്തുനിന്ന് ആരെങ്കിലും വന്നോന്നറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛനും രോഹിയും കൂടെ കൂടിയിട്ട് CCTV ചെക്ക് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പം അതിലേക്കൂടി ആരും വന്നിട്ടില്ല. ഇല്ലടാ, ഇതിലേക്കൂടി ആരും വന്നിട്ടില്ല. കണ്ടോ, ഇവിടുന്ന് പുറത്തേക്ക് ആകപ്പാടെ പോയിരിക്കുന്നത് ഞാൻ മാത്രമാ, ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാനും. പിന്നെ ഇന്നലെ ഇവിടെ കമല വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയാണ്, ശരിയാച്ചാ ഇന്നലെ കമലയാണ്ടി പകല് വന്നിരുന്നു എന്നും പറഞ്ഞ് കമലേട്ടത്തിയാണോ ആ സ്വർണം കൊണ്ട് പോയത്? കമലേട്ടത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. കമലയുടെ കയ്യിൽ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സുമായിട്ടാണ് കമല വന്നത്, അങ്ങോട്ട് പോയപ്പോൾ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ബാലന് ആലോചിക്കാണ്, പിന്നെ ഇതെവിടെയാണ് ഈ സ്വർണം പോയത് എന്ന് ആലോചിക്കുന്നുണ്ട്. മക്കളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? പുറത്തേക്കാരും പോകാത്ത സ്ഥിതിക്ക് ഈ വീട്ടിൽ തന്നെ കാണും. നിങ്ങളെല്ലാവരും കൂടി എല്ലാ മുറിയിലും ഒന്ന് അരിച്ചു പേർക്ക് എന്ന് പറയാണേ. അങ്ങനെ അലീനയുടെ കൂടെ കൂടിയിട്ട് എല്ലാ മുറിയും അരിച്ചു പറക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നും കിട്ടുന്നില്ല. കാരണം വൈജ അത്രയ്ക്ക് ഭദ്രമാക്കി അവളുടെ അലമാരയുടെ പുറകിലായിട്ടാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കബോർഡൊക്കെയല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ എവിടെ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ പോലീസുകാരെ വിളിക്കുകയാണ്. അങ്ങനെ പോലീസുകാരൻ CCTV ചെക്ക് ചെയ്യുമ്പം പറഞ്ഞത് ശരിയാണ്, വേറെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പം ഈ വീട്ടിനകത്തുള്ളവർ തന്നെയാണ് കള്ളൻ എന്ന് പറയുന്നുണ്ട്. വൈജ മനസ്സിൽ കരുതാണ്, അലീനയുടെ മുറി തപ്പിയിട്ട് ആ സ്വർണം കണ്ടെത്തണം. അതോടുകൂടി അച്ഛനും മകൾക്കും അവളോടുള്ള അഭിപ്രായം അങ്ങ് മാറിക്കോളും, എല്ലാവരും അവളെ വെറുത്തോളും എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണേ. അങ്ങനെ പോലീസുകാർ വന്നിട്ട് ആ മുറികളും എല്ലാ റൂമുകളും അടുക്കള സഹിതം ചെക്ക് ചെയ്ത് നോക്കാണ്. അവസാനം വൈദ്യര മുറിയിലേക്ക് എന്ന് ചെല്ലുന്ന ഒരാള്, സാർ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയാണ് കേട്ടോ. അതായത് വൈജയുടെ അലമാരയുടെ പുറകിൽ നിന്നാണ് കേട്ടോ ആ ഒരു സ്വർണം കിട്ടുന്നത്. അതുകൊണ്ട് വൈജ അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സ്വർണം എടുത്തുകൊണ്ട് ഡെസ്കിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ പോലീസുകാര്. ഇതെല്ലാം മേഡത്തിന്റെ സ്വർണം എന്ന് പറയുമ്പം അതേ എന്ന് പറയാണ്. ഇതാരാ എടുത്ത് മേഡത്തിന്റെ മുറിയിൽ തന്നെ അലമാരയുടെ പുറകിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ മേഡം എന്ന് ചോദിക്കുമ്പം അതറിയില്ല, ഇവിടെയുള്ള ആരും ഒപ്പിച്ച പണിയായിരിക്കും. ഈ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നന്നായിട്ടൊന്ന് നോക്കണ്ടേ? നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് പണി തരുവാണോ? അതാണോ ഞങ്ങളുടെ ഡ്യൂട്ടി? ഞങ്ങൾക്ക് അവിടെ വേറെ ഒരുപാട് പണിയുണ്ട്. പിന്നെ ഇതൊന്ന് സ്റ്റേഷനിൽ മേടിച്ചാൽ മതി. എന്തായാലും രാവിലെ വിളിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതല്ലേ, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. തൊണ്ടി മുതലും കിട്ടി. നിങ്ങളതുകൊണ്ട് അവിടെ വന്ന് ഒപ്പൊക്കെ ചെയ്തിട്ട് അതിന് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ടേ ഇത് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരതും കൊണ്ട് പോവാണ്. വൈജ, അയ്യോ അത് സാരമില്ല, അല്ലെങ്കിൽ തന്നേക്കെന്ന് പറയുമ്പം സോറി മാഡം, അങ്ങനെ തരാൻ പറ്റില്ല. ഇത് തൊണ്ടി മുതലല്ലേ, സ്റ്റേഷനിലേക്ക് വന്ന് ഡീറ്റെയിലായിട്ട് ഇത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞാലേ ഇത് വിട്ടുതരാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. വൈജയാണെങ്കിലോ ആകെപ്പാടെ വല്ലാണ്ട് നിൽക്കുകയാണേ. അലീനയ്ക്ക് വെച്ചൊക്കെണി തനിക്ക് തന്നെയാണോ കൊണ്ടത്? അപ്പോൾ ബാലനൻ ചോദിക്കുകയാണ്, അല്ല വൈജയ്, എനിക്കൊരു സംശയം. നിന്റെ അലമാരയ്ക്കകത്തിരുന്ന സ്വർണ്ണം എങ്ങനാ നിന്റെ അലമാരയുടെ പുറകിൽ വന്നത്, അതും ഒരു തുണിയിൽ കെട്ടിയ രീതിയിൽ? സത്യം പറടി, എന്താടി സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവോ, എൻ്റെ അലമാരിലെ സ്വർണം രാവിലെ അടിച്ചപ്പോൾ കാണുന്നില്ല. ഇവിടുന്ന് മറ്റാരോ അത് അടിച്ചോണ്ട് പോകാൻ വേണ്ടി തന്നെയാ. മറ്റാരോ എന്ന് നീ എന്തിനാ പറയുന്നേ? ഇവിടെ മറ്റാരാ ഉള്ളത്? നിന്റെ മക്കളും ഭർത്താവല്ലാതെ അലീന മാത്രമല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മുറിയിൽ നിന്ന് ആ സ്വർണം എടുത്ത് അവൾ തുണിയിൽ കെട്ടി പുറകെ ഒളിച്ചു വെച്ചിരുന്നതാ. എന്നിട്ട് അവൾ പോകാൻ നേരം കൊണ്ടാൻ വേണ്ടി വെച്ചതാ. പോലീസിനെ വിളിക്കുന്നൊന്നും അവൾ കരുതിയില്ല എന്ന് പറയുമ്പം അലീന ചോദിക്കാണ്, ഞാനോ മേഡം എന്തൊക്കെയാ പറയുന്നേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സ്വർണത്തിനോട് അങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് വേണമെങ്കിലേ എൻ്റെ അച്ഛൻ എത്ര വേണമെങ്കിലും തരും. അതുകൊണ്ട് ആന്റിയുടെ മേഡത്തിന്റെ സ്വർണത്തിനോട് എനിക്ക് മോഹമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാടി പേരും കള്ളി നീ തന്നെയാ. ഇവളെ നിങ്ങളെല്ലാവരും വിശ്വസിച്ച് തലക്കയറ്റി വെച്ചിരിക്കുകയല്ലേ. ഇപ്പൊ മനസ്സിലായാലോ ഇവളുടെ സ്വഭാവം എന്താണെന്ന്. ഇവള് ശരിക്കും പേരും കള്ളിയാ. ഈ സ്വർണം കൊണ്ട് ഇവളെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിരുന്നു ഇവളുടെ പ്ലാന് എന്ന് ഇവിടുന്ന്
തെരുവ് തോറും ഇറങ്ങുമല്ലേ ഇവള്. ആ സമയത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനായിരുന്നു ഇവളുടെ പ്ലാന് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണയും ബബിതയും ചോദിക്കാണ്, അമ്മ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടി, കഴിഞ്ഞില്ലടി. ഇവളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? ഇവളെ പേരും കള്ളിയാ. ഇവിടുന്ന് ഇനി സ്വർണവും പൈസയെല്ലാം കാണാതെ പോകും. അതുപോലെ നിങ്ങളെ എല്ലാവരെയും ഇവള് നശിപ്പിക്കും. എല്ലാവരെയും കൊല്ലാൻ പോലും ഇവളെ മടിക്കില്ല. എന്നിട്ട് ബാലേന്ദ്രന്റെ സ്വത്തുക്കൾ മുഴുവനും ഇവള് കൈക്കലാകാനാണ് ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവളെ അടിച്ച് പുറത്താക്ക് എന്ന് പറയുമ്പോൾ ബബിതയും കൃഷ്ണയും പരസ്പരം നോക്കി ചിരിക്കാണ്. നിങ്ങളെന്താടി എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. രോഹിയും ബാലനും എല്ലാവരും നിൽപ്പുണ്ടല്ലോ. ബാലൻ ചോദിക്കാണ്, എന്താ മക്കളെ എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഇന്നലെ ഞങ്ങൾ കിടക്കാൻ പോയ സമയത്ത് അമ്മ പതിയെ ഡോർ തുറന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ടതാ. അമ്മ എങ്ങോട്ടാ പോണെന്ന് നോക്കിയപ്പോൾ ഒരു പൊതിക്കെട്ട് നിറച്ചെന്തോ സാധനമായിട്ട് അലിന ചേച്ചി മുറിയിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. അലിന ചേച്ചി ആ സമയത്ത് അടുക്കളയിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ റൂമിലേക്ക് കയറിയിട്ട് അത് വെക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി. ആ സമയത്ത് ചേച്ചിയുടെ അലമാരക്കടിയിലായിട്ട് ഈ ഒരു സ്വർണം കൊണ്ടുവന്ന് അമ്മ ഒളിപ്പിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അങ്ങനെ ഞങ്ങൾ ആ നിമിഷം തന്നെ ചേച്ചി വന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്വർണം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. ശേഷം അമ്മ രാവിലെ എഴുന്നേറ്റ് അമ്മ കഥവ് വന്നിട്ടെന്ന് പറഞ്ഞല്ലോ, ആ ബാത്റൂമിൽ പോയ സമയത്താ അലമാരുടെ അമ്മയുടെ പുറകിൽ തന്നെ ഞങ്ങളോട് ഉറപ്പിച്ചു വെച്ചത്. അങ്ങനെ അമ്മയുടെ പ്ലാനെ നന്നായിട്ട് ചീറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് വൈജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണേ, അന്താളിച്ച് നിൽക്കുകയാണ്. എന്താമേ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഞങ്ങൾ 2 ദൃക്സാക്ഷികളുണ്ട്. ഒരാളാണെങ്കിലേ കള്ളാണെന്ന് പറയായിരുന്നു. 2 പേരുള്ളപ്പോൾ എങ്ങനെയാമേ ഉരുളു കളിക്കാൻ പറ്റുക? ഇനി അമ്മ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, അമ്മ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പം വൈജ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. നാണം ഉണ്ടോടി നിനക്ക്? ഇച്ചിരില്ലാത്തൊരു പെങ്കൊച്ചിന്റെ കീഴിൽ ഇത്രയും വലിയ അപവാദമൊക്കെ കെട്ടിച്ചമയ്ക്കാൻ ഛേ എന്ന് പറയുന്നുണ്ട്. വൈജ മിണ്ടുന്നില്ല കേട്ടോ. നിന്റെ കുടുംബക്കാരുടെ സ്വഭാവം ഇത്, അവൾ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. രോഹിത് ചോദിക്കാണ്, എന്താ അമ്മ ഇതൊക്കെ? പോലീസ് സ്റ്റേഷനിൽ പോയുള്ള അനുഭവമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. അവിടുത്തെ അനുഭവമൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനൊരു കേസിലൊക്കെ കൊണ്ടുപോയാലേ അവരാവശ്യത്തെ ചോദ്യമൊക്കെ ചോദിച്ച് എന്തുമാത്രം ടോർച്ചർ ചെയ്യുന്ന അമ്മയ്ക്ക് അറിയോ? വെറുതെ അമ്മ എന്തിനാ ഇങ്ങനത്തെ ഓരോ മോശം പരിപാടിയൊക്കെ ചെയ്യുന്നത്? അമ്മയ്ക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള ആ വിലയും മതിപ്പും ഒക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയോടിപ്പോൾ പുച്ഛം തോന്നുക ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അമ്മയോടുള്ള റെസ്പെക്റ്റ് ഇനി ഇല്ലാതാവുക എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് കയറി പോകുന്നുണ്ട്. നീ പ്രസവിച്ച മോൻ പറഞ്ഞത് കേട്ടല്ലോ, നിന്നോടുള്ള ബഹുമാനം പോലും അവർക്കില്ലാതാവുക. അതിനുള്ള കാരണക്കാരിയെ നീ ഒറ്റയിരുത്തിയ. നീ ഇമാതിരി പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാ ആർക്കും നിന്നോട് ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക നിന്റെ സ്വഭാവം എന്താണെന്ന്. വൈജി അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി വാതിൽ കൊട്ടിയടയ്ക്കുന്നുണ്ട്. അലിന വന്നിട്ട് ബബിതേനെ കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കള്ളിന്നൊരു പേര് അതെനിക്ക് സഹിക്കാനാവില്ല മോളെ. നിങ്ങളെന്തായാലും കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ ഇന്ന് പോലീസുകാരൊന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിലേ ഞാൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ കള്ളിയാവില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, അതൊന്നും ഉണ്ടാവില്ല. ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ, കമലി ആൻറ്റി വന്നിട്ട് പോയപ്പോൾ തന്നെ എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന്. അപ്പോഴേ ഞങ്ങൾ ഊഹിച്ചതാ ഇങ്ങനെ എന്തൊക്കെയോ കാണുമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ കണ്ണുകളും കാതുകളും കൂറിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടെന്തായാലും വൈകിട്ട് ഇങ്ങനൊരു കള്ളത്തരം ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റി എന്ന് പറയുന്നുണ്ട്. ബാലൻ പറയാണ്, അപ്പോൾ അവളല്ലേ ഇവിടെ ഒന്നല്ല ഒപ്പിക്കുന്നത്? അതെ അച്ഛാ, ഇന്നലെ കമലി ആൻറ്റി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു സംശയം തോന്നിയതാ. ഇങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കെയർഫുള്ളായിട്ടായിരുന്നേ. പാവം അല്ല ചേച്ചി അങ്ങോട്ട് ഓർത്തില്ല. പക്ഷെ ഞങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ ഇരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലൻ പറയാണ്, മോള് വിഷമിക്കണ്ട. ഇനി ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായാൽ പോലും ഞങ്ങൾ ആരും മോളെ തെറ്റിദ്ധരിക്കില്ല. മോളുടെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. എന്തായാലും അവക്കിത് വലിയ അടിയായിപ്പോയി. അവൾ നാണം കെട്ടല്ലേ കയറിപ്പോയത് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞതെല്ലാം അകത്തിരുന്നുകൊണ്ട് വഹിച്ച കേൾക്കുകയാണേ. ഈ ഒരു പ്ലാന് അടപടലം തേഞ്ഞു പോയത് കൊണ്ട് തന്നെ വൈജി ആകെപ്പാടെ മക്കളുടെ മുമ്പിലും തലയിലെടുത്ത് നിൽക്കാൻ പറ്റാതെ ചമ്മി നാണം കെട്ട് അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ.